ഇപ്പൊ പറയാൻ സർ? ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയണം. പലരും കഴിഞ്ഞിട്ട് പലരും റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് ഇത് സ്റ്റോറിയിലേക്ക് ലോഞ്ച് ചെയ്യണം, ഇത് സ്റ്റോറിയിലേക്ക് എത്തണം, എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ ഒത്തിരി കടമ്പകൾ പിന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. മറ്റൊരു കാര്യം, എൻ്റെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിലാവുന്നത്. അതിന്റെ പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. സാധാരണ എല്ലാ സിനിമയും കഴിഞ്ഞ 6 സിനിമയും ഷൂട്ട് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും ടൈറ്റിൽ ഇടാറുള്ളത്. വീട്ടമ്മ അത് മാറ്റി കുറച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് മിനിസ്റ്ററിൽ കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത്രയും അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച കാര്യം മറ്റാരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം ഞാൻ ഏറ്റെടുത്തത്. ഉറപ്പായിട്ടും കുറേ പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകുന്നത് ആദ്യം തന്നെ ജാമ്യം എടുക്കുകയാണ്. ആദ്യമായി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നവമാധ്യമ സുഹൃത്തുക്കൾക്കും എത്തിച്ചേർന്ന് എത്രയോ നേരം 5 മണി മുതൽ എല്ലാവരും ക്യാമറ വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് മറ്റെല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എന്റെ ഫാമിലിയുടെ പാരന്റ്സ് കുടുംബം എല്ലാവരും ഉണ്ട്, അവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തുടങ്ങേണ്ടത് ഒഫീഷ്യലി ഞാൻ ജീവിതത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അതിനകത്ത് ഞാൻ വളരെ ഇമോഷണൽ ആണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അവസരം തന്ന എന്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ഡോക്ടർ സജികുമാർ. ധാത്രി എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിന്റെ ഓണറാണ്. അദ്ദേഹം ഒരു മാജിക് പോലെയാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നതും ഞങ്ങൾ പരിചയപ്പെട്ടതും. ഒരു യാത്രയുണ്ടായിരുന്നു. യാദൃശ്ചികമായി കഥയെ കുറിച്ച് അത് കേൾക്കുകയും അന്ന് രാത്രി നിങ്ങൾ കഴിക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി ഇങ്ങനെയാണ് വാക്കുകളോടൊന്നും നന്ദി പറഞ്ഞ പോരാ. അതുകൊണ്ട് തന്നെ എന്റെ 2ാമത്തെ സിനിമ സൺഡേ ഹോളിഡേ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർക്കാണ്. ഒരുപാട് ഒരു സന്തോഷമുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് 7ാമത്തെ സിനിമയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതില് 7 സിനിമയിലും 6 സിനിമയിലും നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമ മാത്രം മറ്റുള്ള എങ്കിലും ആ സിനിമയിൽ ആസിഫ് ഉണ്ടായിരുന്നു. ആസിഫിൽ പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, എന്റെ കുടുംബം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് എന്റെ വൈഫ് കഴിഞ്ഞാൽ ഇതിൽ നോട്ടം കൊണ്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഈ ലോകത്തിലെ മറ്റൊരു ഒരേ ഒരു വ്യക്തി ശ്രീ ആസിഫ് അലിയാണ്. ആസിഫ് സമ ആദു ഹൈക്കുട്ടി എല്ലാവരും ഉണ്ട്. ഒരുപാട് സന്തോഷം. മിനിസ്റ്റർ കൊണ്ടെത്തും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. മിനിസ്റ്റർ ഓജി ജനീഷാണ് വരുന്നത്. സ്പോർട്സ് മിനിസ്റ്ററാണ്, നമുക്കറിയാം. അതുപോലെ അനൂപ് സാർ ടി എ നവാസ് അദ്ദേഹമുണ്ട്. അതേപോലെ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം പറഞ്ഞത്, ഈ കഴിഞ്ഞ വർഷം US പോയവരുടെ US ചെന്ന് ഒരു 7 ദിവസം എനിക്ക് അവിടെ താമസിക്കണം. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന ഒരു യോയോ പയ്യൻ. ഈ യോയോ പയ്യൻ ഭയങ്കര ഈ ടെസ്ലയുടെ ഏറ്റവും വലിയ കാറുമായിട്ട് വന്നത്. ഈ കാറ് പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ കാർ തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഭയങ്കര ന്യൂജൻ കാർ, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പൊ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാമോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇട്ട പാട്ടുകൾ സ്വന്തം വസന്ത്. അപ്പൊ ആ പാട്ട് കേട്ടു 20 ദിവസവും എവിടെയെങ്കിലും പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ വിളിച്ച് പോകുമ്പോഴൊക്കെ ഇത് ലൂപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴൊക്കെ കമൽഹാസൻ സാറിന്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോ ഈ പാട്ടിന്റെ പല്ലവി എന്റെ മനസ്സിലും ഞാൻ പാടാൻ തുടങ്ങി. യാറോ ഇവൻ യാറോ യാറാണ് നാട്ടിലേക്ക് അടുത്തൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗോവിന്ദനോട് ഗോവയിൽ വെച്ച് പറഞ്ഞു. ഗോവിന്ദ് ഇപ്പൊ അടുത്ത കാലത്ത് എടുത്തപ്പോ ഗോവിന്ദ് സബ്മിറ്റിന്റെ ഒരു കാര്യത്തിന് പോയപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ ഗോവിന്ദ് കമ്മിറ്റ് ചെയ്തപ്പോ എനിക്ക് വലിയ സന്തോഷം. ഗോവിന്ദ്
റിവേഴ്സ്. വീട്ടിൽ നിന്ന് ഗോവിന്ദന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോവിന്ദന്റെ കുഞ്ഞിന്റെ അടുത്ത് ബൈ എന്ന് പറഞ്ഞു. നമ്മൾ ഒരിക്കലും ബൈ പറയരുത്. ഞങ്ങൾ വലതുകാലം വെച്ച് കയറിയിട്ടേ ഉള്ളൂ. ഗോവിന്ദൻ ഒത്തിരി സന്തോഷം. ഗോവിന്ദന് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന 150 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്ന ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരു കോണ്ടന്റ് കൊടുത്താൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ക്വാളിറ്റി തരുന്ന വേറൊരു മ്യൂസീഷ്യനോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഗോവിന്ദൻ സത്യമാണ്. അതായത് ഇന്ന് നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ, നിങ്ങളുടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഡബിംഗ് ആർട്ടിസ്റ്റ് ലിറിസിസ്റ്റ് ഒക്കെ ശരിയാണ്. പക്ഷെ അതേപോലെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ എന്നെ കൊണ്ട് നടക്കുന്ന എന്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ പേര് ഇൻസോംനിയ ഫാമിലി എന്നാണ്. മൈ പാർട്ണർ ഇൻ ക്രൈം മിസ്റ്റർ മെന്റലിസ്റ്റ് ആദി ആൻഡ് മൈ ഫാമിലി. അവരെല്ലാവരും ഉണ്ട്. ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ചിദംബരം ഉണ്ട്, അസ്കർ അലി ഉണ്ട്. പിന്നെ അഭിനയിക്കുന്നവരുടെ കാര്യം പ്രത്യേകം പറയുന്നില്ല. ഡോക്ടർ റോണി ഇവരൊക്കെ വിളിക്കും. പിന്നെ ഇതില് ഒരാൾ പതുങ്ങി നിൽക്കുന്നുണ്ട് ബാക്കില്. അത് സഞ്ജയ് ഗോപിക. സഞ്ജയ് അത് മുമ്പിലൊക്കെയാണ് ഇവിടെ ഇപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സഞ്ജയും ഞാനും സുരേഷും ഇപ്പോൾ ഒരുമിച്ച് എത്രയോ രാത്രികൾ പകലും നിന്നിട്ടാണ് ഇതിന്റെ ഇത് എത്തിച്ചിരിക്കുന്നത്. നല്ല ഷൂട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതേപോലെ ഒരാളെ കുറിച്ച് പറയാൻ പറ്റില്ല. എന്റെ സൺഡേ ഹോളിഡേക്ക് ഷോ ഞാൻ കഥാപാത്രം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ഈ സിനിമ ഞാൻ എന്തിനാണ് ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങളെ പോലത്തെ ഒരു ആള് ആസിഫ് അലിയെ തേച്ചാൽ നല്ല രസം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എനിക്ക് നാട്ടിലെ ഡയലോഗുള്ള ശ്രുതി വീടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്രുതി ഇത് ചെയ്താൽ എനിക്ക് വല്ല ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഗുണം ഉണ്ടാവില്ല. ആൾക്കാർ തേപ്പുകാരി എന്ന് വിളിക്കും. പക്ഷെ ആ തേപ്പുകാരിയിൽ നിന്ന് ആ ശ്രുതി ഉയർത്തെഴുന്നേറ്റു മറ്റ് ഭാഷകളിലേക്ക് പോയി മലയാളത്തിന്റെ അഭിമാനമായ അല്ലെ ടച്ച് എന്തോരായിട്ട് ശ്രുതിയുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്, ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ്. ഫ്രാൻസിസിനെയും സ്വാഗതം ചെയ്യാം. ഇനി എന്റെ പ്രിയപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സ്, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. അത്രയേറെ നല്ല സിനിമകൾ 1983 പോലത്തെ നല്ല സിനിമകൾ വന്നിരിക്കുന്ന ഷംസുദ്ദീനും വേണു ഗോപാലകൃഷ്ണൻ വൻകക്ഷിയാണ്. എത്ര പേരാണ് നമ്പർ വെച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ലേ നമ്പർ തന്നോണ്ട്. അപ്പൊ ഈ കക്ഷി ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വലിയ സന്തോഷം നിങ്ങൾ 2 പേരും പ്രൊഡ്യൂസ് ചെയ്തിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയെ ലോകത്തെവിടെ ചെന്ന് ഒരു സിനിമ ഏത് ഭാഷ അറിയാത്തവരുടെ മുന്നിട്ട് കാണിച്ചു കൊടുത്താലും ഈ സിനിമ എന്റെ നാട്ടിൽ നിന്നാണ്. എന്റെ നാട്ടിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, ഒരു പ്രൗഢിച്ച ഉണ്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ മോട്ടിവേഷനിലാണ് എത്രയോ ഫിലിം മേക്കേഴ്സ്, എത്രയോ സിനിമകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രൻ ശ്രീ അനന്ത പത്മനാഭൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരുപാട് പകർന്ന് എണീക്കുന്ന കാണാനും ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജയസൂര്യൻ കൂടെ 2001-2 മറ്റോ പാലക്കാട് ഒരു സ്കൂളിന്റെ അനുബന്ധ ഉദ്ഘാടനം ജയസൂര്യാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ 2 പേരും പുറപ്പെടാൻ ലേറ്റായി, അതുപോലെ എത്താനും ലേറ്റായി. അവിടെ ചെല്ലേണ്ട സമയം 6 മണിയായിരുന്നു വൈകിട്ട്. ഞങ്ങൾ എത്തിയപ്പോൾ 6:45. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 10-1000 ആൾക്കാർ മുമ്പിൽ ഓപ്പൺ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ജയസൂര്യന് 10 മിനിറ്റ് ഇരുന്നു. കമന്റിനായി പറഞ്ഞു, അദ്ദേഹത്തോട് മാറാൻ പറയണോ, നിങ്ങൾക്ക് കയറണോ? നമ്മൾ വേണ്ട, അദ്ദേഹം പറയട്ടെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചപ്പോൾ 5 മിനിറ്റോട് കഴിഞ്ഞ് നിർത്തുമായിരുന്നു. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി നിർത്തിയില്ല. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇദ്ദേഹം ടോക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ ടോക്ക് നീണ്ടുപോയി. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറെങ്കിലും ഉണ്ടാവും. 1.5 മണിക്കൂർ ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ് അറ്റൻഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ പുതിയ മനുഷ്യന്മാരാണ് കുറച്ച് ആൾക്കെങ്കിലും. അന്ന് മുതൽ എന്റെ സുഹൃത്താണ്, ജ്യേഷ്ഠനാണ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഡോക്ടർ സജീവ് നായർ, സജീവ് നായർ എണീറ്റ് കാണാൻ സജീവുണ്ട്. ആംബുലൻസിൽ കഴിഞ്ഞ പ്രാവശ്യം മൈസൂരിൽ വന്നപ്പോൾ 10,000 പേര് ഏറ്റവും വലിയ മനുഷ്യനെ കാണാൻ വേണ്ടി ഇരിക്കുന്ന കൊടുത്ത് ഞാനുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. ആരെങ്കിലും ഒക്കെ പേരെടുത്ത് പറയാൻ പറ്റാമോ? സോറി, പറഞ്ഞേ പറ്റി പറയണം. കാരണം ബാലൻ എന്ന് പറഞ്ഞ ശരി ചിദംബരത്തിന്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്. ചിതോലുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. ജാനമനായിക്കോട്ടെ, നമ്മളെല്ലാവരും പോലെയല്ല. അപ്പൊ ബാലന്റെ പ്രിവ്യൂ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബാലന്റെ പ്രിവ്യൂ വിളിച്ചു കഴിഞ്ഞു. ഈ കക്ഷി ആൾക്കാരെല്ലാം പൊതിയുന്ന കണ്ടു. അന്ന് നമുക്ക് കൈ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഫർസാന നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം. ബാലന്റെ കെട്ടപ്പല്ലാതെ ഫർസാനെ നമ്മൾ ഇന്ന് ഇവിടെ കാണാം. ഒത്തിരി മീഡിയ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒത്തിരി സ്നേഹത്തോടുകൂടി വന്ന ഫർസാനയ്ക്ക്
സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരും ഹൃദയപൂർവ്വം ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സർവ്വ നന്മകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. I'm excited for him more than for me. I'm excited for everybody sitting here, everyone sitting here, and this show. I never met this person. Heard quite a bit about him. I'm not a movie guy. I mean, yeah. When he said Padmarajan's son is here, that's a privilege, honestly. Because when I interview people, I ask them one question. Why is Padmarajan Padmarajan? That's a question that I ask people for his authenticity, originality. So it is unfair privilege, and thank you, this year, Shamsu, and all of you, to put me into this place where I could meet all of these great legends. Happy to be here, and excited for this project, and I wish good luck with this project. I think I should say we are equally excited for you having in this film. നമുക്കായിട്ട് മലയാളികൾ ഒരു പക്ഷേ ഏറ്റവും ആന്റിസിപ്പേഷനോട് കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സമ്മാനിക്കാനായിട്ട് പോകുന്നത്. I can say congratulations, sir, and let it be just a beginning. Even though you're not fascinated about movies, we just wish that let this be a beginning and let Malayalam be blessed with more films coming from your production house. And we had one producer who definitely in the next segment പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷംസു സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്തത്. പക്ഷേ he is busy with something. All right. Peter Sosarikale. Okay, so let us keep the moment for him later when we get into the next proceedings. So now, ladies and gentlemen, അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നത് സിനിമയിലെ തിരക്കഥാകൃത്തായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപാലൻ സാറിനെയാണ്. അദ്ദേഹത്തെ ഏറ്റവും മികച്ച കൈകൾ നൽകി തന്നെ സ്വാഗതം ചെയ്യണം. Because he is also marking his debut to the Malayalam film industry. ഇത് മറ്റൊരു കാരണം കഥകളിയായ ആസിഫ് അലി. എനിക്ക് കൂടുതൽ പറയാനില്ല. എങ്കിലും എക്സൈറ്റഡാണ് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. തീർച്ചയായും എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും ത്രില്ലോട് കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് അല്ലെ. അതിന് എല്ലാവിധ ആശംസകളും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അറിയുകയാണ്. ഹാപ്പി, എക്സൈറ്റഡ്. ഒരുപാട് വേദികളിൽ ഇതുപോലെ സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. മലയാള സിനിമയിലേക്ക് വലുതുകാലം വെച്ച് കയറുന്ന ഫസ്റ്റ് പടമാണ്. അപ്പൊ സുരേഷിനെ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് കഴിയും. ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാല് സന്തോഷ് ചേച്ചിക്കാണ് എന്ന് പറയുന്ന വലിയ റൈറ്റർ ഒരു കഥ പറയാൻ ഞാൻ കുറെ നാളാണ് സന്തോഷിന്റെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ സന്തോഷിന്റെ ഫ്ലാറ്റിലേക്ക് സന്തോഷിന്റെ കഥ കേൾക്കാൻ വേണ്ടി പോകും. അപ്പൊ മനസ്സുകൊണ്ട് സെറ്റാ സന്തോഷ് കഥ പറയുന്നു. അങ്ങനെ സന്തോഷ് കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹം വന്ന് അറിയുന്നു. ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. ഇത് എന്റെ സുഹൃത്താണ്, തൊടുപുഴയുള്ള കക്ഷിയാണ്. ഞാൻ ചെക്ക് ചെയ്യുന്നു, പുള്ളി എഴുതും, അത്യാവശ്യം എഴുതുന്നു. അപ്പോ ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊന്ന് വായിച്ചു വന്നു എന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് തന്നു. സന്തോഷിക്കാൻ തന്നെ കഥ മനസ്സിൽ എന്തുകൊണ്ടോ അന്ന് നടന്നില്ല. പക്ഷെ തന്നുവിട്ട സ്ക്രിപ്റ്റ് ഞാൻ അന്ന് തന്നെ ഇരുന്ന് വായിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതിലൊരു മനോഹരമായ സിനിമ കിടന്നുണ്ട്. തലവന് മുൻപായിരുന്നു ഈ സംഭവം. അങ്ങനെ തലവന്റെ ഷൂട്ടിലൊക്കെ ഈ കഥ ഇങ്ങനെ മനസ്സിലിട്ട് ലാളിച്ച് ഇപ്പോൾ ഞങ്ങൾ ആ സിനിമ സന്തോഷ് ചേച്ചിക്കാരൻ പരിചയപ്പെടുത്തിയ, സന്തോഷ് ചേച്ചിക്കാരൻ വഴിമാറി തന്ന സുരേഷിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. ഇനി കൈയടിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരെയാണ്. ഇതുപോലെ ഒരുപാട് വേദികളിൽ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാനായിട്ട് പറ്റുന്നത് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു. അല്ലു അർജുന്റെ സിനിമകൾ കാണുന്ന അല്ലു അർജുന്റെ ശബ്ദമായി കേട്ടിരുന്ന അതിൽ സ്റ്റോറിയാണെന്നല്ലോ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലായത്. അപ്പൊ ഇന്ന് ആ ശബ്ദമൊക്കെ നേരിൽ കേട്ടു. ഷിയാസിക്കയുടെ ഒരു പുതിയ ചിത്രം പ്രിയപ്പെട്ട ഷംസുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശ്രീ ജിസ്റ്റി സംവിധാനം ചെയ്തത് എൻ്റെ 6ാമത്തെ ചിത്രമാണ് പ്രൊഡ്യൂസ്. അത് ഞാൻ അദ്ദേഹം വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു. ഡയറക്ടർ ജിസ്റ്റിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പം ഞാൻ വെറുതെ ഒരു തമാശ ചോദിച്ചു, അപ്പോൾ നായകൻ ആസിഫാണോ എന്ന് തമാശയിൽ ചോദിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞു.
ഒരു പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞാലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു വലിയ മലയാള ചലച്ചിത്ര രംഗത്ത് ഒട്ടനവധിയായ ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് സിനിമകൾക്ക് പങ്കെടുക്കാനും അഭിനയിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും സംവിധാനം ചെയ്യാനും നിർവഹിക്കാനൊക്കെ ഈ ചലച്ചിത്രത്തിന്റെ എല്ലാ കഴിവിനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ടൈറ്റിൽ എനിക്ക് ആശംസിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ട സുരേഷ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുന്നത് വരെ അല്ലെങ്കിൽ ഈ ഹോളിനകത്തേക്ക് കയറുന്നത് വരെ ഈ നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനും നിങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് ജിസ്ജോയ് ആസിഫ് അലി കോമ്പിനേഷനിൽ നടക്കുന്ന എന്തോ മാജിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതൊരു വലിയ ടെൻഷനും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയി മാറി. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഫീൽ ഗുഡ് സിനിമകളുടെ രാജകുമാരനായിരുന്ന ജിസ്ജോയ് നോട്ട് എനി മോർ അല്ല, തലവനോട് കൂടി അദ്ദേഹം ഈറ് മാറ്റിപ്പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതിലേക്ക് വരുമ്പോൾ തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ മറ്റൊരു സിനിമയാണ് എത്തുന്നത്. അതിനെ ഡെഫിനറ്റ്ലി സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇവിടെ കാണുന്ന എല്ലാ പേരുകളും എല്ലാവരുടെയും കൂടെ ഇതിനു മുന്നേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന് ഒരു സന്തോഷം കൂടിയുണ്ട്. ആരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. താങ്ക് യു. ഞാൻ പറയാനുള്ളതെല്ലാം ജിസ് പറഞ്ഞു കഴിഞ്ഞു. ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് ഡേ ഫിയർ ഉണ്ട് എനിക്ക്. അത് സംസാരിക്കാൻ ഒരു മടി പേടിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത് വലിയൊരു ഇവന്റ് ആണ്. പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. ഇത്രയും വലിയൊരു കിക്സാർട്ടർ സിനിമയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി. ഈ ഒരു മൊമെന്റിൽ പറയേണ്ട ഒരു കാര്യമാണ് ആസിഫിക്ക. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ എൻ ഫ്രണ്ട് പോലെ എന്ന പാട്ടൊക്കെ ഇട്ട് പേജൊക്കെ ഇട്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം ആ ഒരു മാജിക് സ്ക്രീൻ ഒന്നുകൂടി കാണാനായിട്ട് അല്ലേ? എങ്ങനെയുണ്ട്? ഇപ്പൊ നേരത്തെ പറഞ്ഞത് കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്, ആ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്. സോ സെക്കൻഡ് ഫിലിം, ഹൗ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാകുമോ സെറ്റിൽ? പുതിയ തന്നെയാണ്, ഡെഫിനറ്റ്ലി പുതിയ തന്നെയാണ്. കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അത് തന്നെയാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പൊ ഫീൽ ഗുഡ് എന്ന ആളുകൾ എടുത്തു പറയുന്നത് എനിക്ക് തോന്നുന്ന സൺഡേ ഹോളിഡേ ഒരു വലിയ ഹിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ മൈൻഡൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ജിസ്റ്റോയ്. അപ്പോ അത് വളരെ നന്നായിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കളർ സ്കീമും ഇവിടെ കാണിച്ച് AI പോസ്റ്ററും ഒക്കെ കണ്ടാൽ മനസ്സിലായി കാണും ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല എന്നുള്ളത്. പിന്നെ പേഴ്സണലി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ്. എന്റെ എന്ത് മണ്ഡലത്തിൽ ഞാൻ ചെയ്താൽ ആദ്യം അഭിപ്രായം ചോദിക്കുന്നതും എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്നതും എന്റെ സുഹൃത്താണ്. നമ്മൾ തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കോട്ടയം ബെൽറ്റ് അല്ലേ? ബെൽറ്റ് ഇപ്പൊ ബെൽറ്റ് ഇടാത്തതാണ് ഫാഷൻ. ഇവിടെ ബെൽറ്റ് ഉള്ളതുകൊണ്ടാണോ ബെൽറ്റ് ഇടാത്തത്? അല്ലതാ, ഞാൻ ഇപ്പോഴാണ് ടൈറ്റില് അറിയുന്നത് അല്ലേ? നല്ല ലോഞ്ച് ചെയ്തുള്ളൂ. മുന്നറിയില്ല. എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ സിനിമയെ കുറിച്ച് തുടങ്ങാൻ പോകുന്നുള്ളൂ. അസലിലൂടെ ഞാൻ ആദ്യം ചെയ്യുന്നതും ട്രാഫിക്. അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു രാജേഷ് പിള്ളയുടെ കൂടെ. ആ വണ്ടിയിലുള്ള രംഗങ്ങളും പരിപാടികളൊക്കെ. പിന്നെ അഭിനയിക്കുന്നത് പകിട. അതിനുശേഷം അല്ലേ അടിമൂസ് അമിമൂസ് അടിയോട് അടി പുറപ്പെടുന്നുണ്ടായി. ഇത് മൂന്നാം അല്ലേ? പകിട അടിമൂസ്. യൂഷ്വലി ഞാനാണ് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. ഇതിപ്പോ തിരിച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലേ? അതുകൊണ്ടല്ല, യൂഷ്വലി നമ്മള് തർജ്ജനം പറഞ്ഞ ശീലം. ഒരു ചാൻസ് വേറെ ആർക്കെങ്കിലും തരട്ടെ? ജസ്റ്റ് തരട്ടെ? ഇല്ല, ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണിയാണ് നമ്മളെ സ്ഥിരമായി ചികിത്സിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് പറയില്ല. ഉണ്ടായിട്ട് വിളിച്ചിട്ട് തിരിച്ച് നമുക്കൊരു കുടി കൊടുക്കും.
പുറത്തു വയ്ക്കരുത് വായിരിക്കും. ഇതൊന്നും ചോദിക്കാതെ പറയാതെ കുടിക്കല്ലേ ഇപ്പൊ വേണം അസീന പറഞ്ഞില്ലേ അല്ലെ ഡോക്ടറാണെങ്കിലും കിട്ടണമെന്ന് ഗുളിക കഴിച്ചിട്ട് ഓർമ്മയുണ്ട് അത് നമുക്ക് ഡോക്ടറല്ല വക്കീലാണ്. വക്കീലിനോടും ഡോക്ടറോട് എന്താ പറയുന്നത്? കള്ളം പറയാം. സത്യം പറയൂ. സത്യം പറയണോ? എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം സ്വയം ഏറ്റെടുത്തുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് ഷൈനോട് ചേട്ടനോട് എന്താണ് ഇപ്പൊ ചോദിക്കാറുള്ളത്? ഡോക്ടേഴ്സ് അസോസിയേഷൻ ആയിരുന്നു. ഡോക്ടർ എന്നുള്ള കാര്യം അറിയായിരുന്നു. കാണുന്നത് അങ്ങോട്ട് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സ്റ്റേജിൽ താഴെ ഇരിക്കുമ്പോൾ കണ്ടാണ്. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ മെഡിക്കൽ ഡോക്ടറാണ്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, പക്ഷെ ഇപ്പൊ MBBS പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ MBBSലേക്ക് കയറിയിട്ട് MBBS പഠിച്ചോണ്ടിരിക്കുന്നു. അലോപ്പതി നമ്മുടെ ഈ ഹോമിയോപ്പതി അതെന്താ അങ്ങനെ? അതിനാണ് ഡിമാൻഡ് കൊടുക്കുന്നത്. ഓക്കെ സീനിയർ ഡോക്ടറാണ് പുള്ളി. ഓർത്തോല്ലേ? BBC രാജു MBBS അല്ലേ? അല്ലടാ ഓർത്തം പറഞ്ഞൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലേ? ഏതാ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള? ചെറുതായിട്ട് ടോപ്പിക്കിന് മാറി മാറി പോകുന്ന ഒരു സംശയം. നമ്മള് ഈ കഥ നമുക്ക് കോട്ടയം കൾച്ചറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതങ്ങനെ പറഞ്ഞു. തിരുവനന്തപുരം പറ്റിയ ശേഷം കൊച്ചി പോയതിനു ശേഷം നമുക്ക് കഥ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെന്താ പറയാ? ഈ പടം കമ്മിറ്റിയിലുണ്ട ഒരു കാരണം പറയും. കാരണം പടം ചെയ്യാനാണ് വന്നതെന്നുള്ളത്. പിന്നെ ഇതിന് മുന്നേ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മള് എവിടെയൊന്നും ഓർമ്മയില്ല. പടയുടെ ലൊക്കേഷനിൽ വന്നിരുന്നു. അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ നമ്മള് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മുടെ ഇവര് 3 പേരും കൂടി പരസ്യങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. ഈ പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും ചെയ്യുന്നുണ്ട് പരസ്യം. അത് കഴിഞ്ഞ് പടം ചെയ്യാൻ തുടങ്ങി. മെന്റലിസ്റ്റും കൂടിയാണ് അല്ലേ? മെന്റലിസ്റ്റിൽ പരിപാടിക്ക് പോകാറില്ല. കാരണം മെന്റലിസ്റ്റ് സീക്രട്സ് ആണ് പറയുന്നത് അല്ലേ? നമ്മളെ ഒരു സീക്രട്ട് കേട്ടായിരിക്കും അറിയാം. അതുകൊണ്ടാണ് അതൊരു കാര്യം. ഇതിനെ പറ്റി കുറെ സീക്രട്സ് ഉണ്ടാവുമല്ലോ. ഞാൻ പറയണം വേണ്ട അല്ലേ? ഞാൻ സിംഗിൾ ആണ് പറയാം. അതുകൊണ്ട് പറയാം സീക്രട്സ് ഒന്നും ഇല്ല. എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് സ്കോഡില് കുറച്ചധികം. നേരത്തെ ഗസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും പറയുന്നുണ്ടോ? ഷംസു ഒരു ഇതിൽ ഒപ്പിച്ചു. എനിക്ക് നോക്കാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായി? സഭാഗം എന്താ എന്നാ നമുക്ക് അരങ്ങൊഴിഞ്ഞാലോ? താങ്ക് യു. അപ്പോൾ എല്ലാവരും പടം കാണണം അല്ലേ? ഓർമ്മിപ്പിക്കാമല്ലോ. താങ്ക് യു. ക്ഷമിക്കണം, എൻ്റെ സൗണ്ട് ഉപയോഗിക്കണം. ഇവിടേക്ക് കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ 2-3 പ്രോജക്റ്റ് തീർത്തിട്ട് ഞാൻ യുകെയിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റും ബുക്ക് ചെയ്ത് പറയും ഇരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നതിൻ്റെ 3 ദിവസം മുമ്പാണ് എനിക്ക് ജിസിൻ്റെ കോൾ വരുന്നത്. ഓജല നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ എന്തൊക്കെ തുടങ്ങുന്നത്? നമ്മൾ ഉള്ളിൽ തന്നെ തുടങ്ങാൻ പോകാറ്. ഞാൻ പറഞ്ഞ UK പോയിട്ട് വന്നാലോ? ഇല്ല, സമയമില്ലാലോ. ഞാൻ ഒന്നും ചോദിച്ചില്ല ഇന്നുവരെ. ഈ സിനിമയുടെ കഥാപാത്രത്തിനെ കുറിച്ച് ഒന്നും ഞാൻ ചോദിച്ചില്ല. കാരണം വിളിച്ചിരിക്കുന്നത് ജിസ്സാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ആരൊക്കെയാണ് അഭിനയിക്കുന്നത്? ആസിഫ് അലി എന്ന് പറഞ്ഞു. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ
കണ്ടുകൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ UK-യിലെ ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആസിഫ്. അതുപോലെ തന്നെ ജിസ് അടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും നല്ലൊരു ക്യാരക്ടർ, വളരെ സ്വീറ്റ് ആയിട്ട് പേഴ്സണാലിറ്റി. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന, കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഇതിന്റെ ടൈറ്റില് ഇന്നാണ് ഇപ്പോഴാണ് ഞാൻ കാണുന്ന ഒരു ഗംഭീര ടൈറ്റിൽ, ഒരുപാട് ഇഷ്ടമായി. കോട്ടയം ഞാൻ ആസ്വദിലൂടെ എനിക്കിങ്ങനെ ഒരു വേഷം ഓഫർ ചെയ്ത ജിസിനോടും ഇതിന്റെ നിർദ്ദേശത്തിനോടും ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നാളെ ഞങ്ങൾ തുടങ്ങുകയാണ്. എല്ലാവരും എൻജോയ് വേണം. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എനിക്കൊരു ഫോൺ തന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്ത് സഞ്ജയ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എനിക്കത് ആരാണ് അഭിനയിക്കുന്നത് പോലും പ്രിയപ്പെട്ട ആസിഫാണെന്ന് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാനെന്താണെന്ന് സിനിമാ വേദികളിൽ നിന്ന് അങ്ങനെ വരുന്ന ഒരാളല്ല. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് പറഞ്ഞാൽ നീ ഒരിക്കലും സിനിമ ഉപജീവനമാക്കരുത് എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ മാറി നിൽക്കുന്നത്. പക്ഷേ എല്ലാവരുമായിട്ടും സൗഹൃദമുണ്ട്. സാറൊക്കെ ഇത്ര കാര്യമായിട്ട് പറയുന്നതിലും എനിക്ക് വലിയ അതിശയമായി പോയി. ഇതിപ്പം ഇവിടെ വന്നില്ലായിരുന്നെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നിസ്വയുടെ സ്ഥിരം നിരന്തരം സമ്പർക്കമുള്ള ആളാണ്. നിരന്തരം ഫോണിൽ വിളിക്കുകയും അതൊക്കെ എപ്പോഴും അച്ഛനോടുള്ള ഇഷ്ടം പറയുന്ന ആളാണ്. സഞ്ജയ് പിന്നെ സൂര്യാസുമായി 5 വയസ്സ് 6 വയസ്സ് കൂടി ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയും ഇത് വിജയിക്കണം എന്നുള്ള പ്രാർത്ഥന എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനകളും ഇതിൻ്റെ വിജയം ഞാൻ ആശംസിക്കുന്നു. പറയേണ്ടത് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജിസേഡ ഫോർ ദി ഇൻവൈറ്റ്. വിളിച്ചതെങ്കിലും വരും. എൻ്റെ സ്വന്തം ജ്യേഷ്ഠന്റെ സിനിമയാണ്, സ്വന്തം ഫാമിലിയുടെ സിനിമയാണ്. സോ ആസിഫ വാസ് ഓൾവേസ് എ സപ്പോർട്ട്. ജിസേഡ വെരി ഹാപ്പി ഫോർ ദ ക്രൂ ആൻഡ് എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. ജിസേഡ ടൈറ്റിൽ പൊളിച്ചു, ഒരു രക്ഷയില്ല. സോ വെരി എക്സൈറ്റഡ്. താങ്ക് യു സോ മച്ച്. ഞാൻ എൻ്റെ കുടുംബത്തിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് അന്യരായിട്ടില്ല, പക്ഷെ എനിക്ക് അന്യരല്ല. അത് ചിദംബരമായാലും അപ്പുറത്തിരിക്കുന്ന സഞ്ജയ് ആയാലും ജിസ്റ്റോയി ആയാലും ഷൈൻ തോറ്റാക്കായാലും അവിടെ കൈവൊക്കെ കാണിച്ചിട്ടാണ് പറഞ്ഞത്. എന്നോട് പറയണത് ഞാൻ ആ കുടുംബാംഗമാണ്. അതിൽ അഭിമാനം കൊള്ളുന്നതാണ്. നമ്മളൊരു കമ്മ്യൂൺ എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല. എവിടെയൊക്കെ മനുഷ്യരുടെ ബന്ധങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഓരോ ലൊക്കേഷനും ഓരോ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ. എനിക്ക് ജിസിന്റെ സൺഡേ ഹോളിഡേസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആസിഫായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ആസിഫിന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അടുത്ത പടം കുഞ്ചാക്കോ ബോബനാണ് നായകൻ. അവിടെ ഞാൻ അച്ഛൻ. 2 ലൊക്കേഷനും ഒരു വീട്, 2 സിനിമ എത്രയോ കാലങ്ങൾക്ക് ശേഷം ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഈ വീടുമായിട്ട് എനിക്കുള്ള ബന്ധം. ഈ മനുഷ്യനുമായിട്ടുള്ള ജിസ് എന്ന് പറയുന്ന ഈ സംവിധായകനുമായിട്ടും ഈ നടന്മാരുമായിട്ടും എനിക്കുണ്ടാകുന്ന റിലേഷൻ അതൊന്നും നമുക്കങ്ങനെ ഒരു ഗ്രാമർ വെച്ച് പറയാൻ പറ്റുന്ന ഹാപ്പനിങ് സംഭവിച്ചു. എൻ്റെ മകനായിട്ട് ആസിഫ് അഭിനയിച്ചു. എനിക്ക് പറക്കാതെ പോയ മകനായിട്ട് അങ്ങനെ ഒരുപാട് മക്കളുണ്ടാകാനുള്ള കഥാപാത്രങ്ങൾ തന്ന തിരക്കഥാകൃത്തുക്കൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഒരു നടനുള്ള ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഭാഗ്യം. പിറക്കാതെ പോകുന്ന മക്കളെ തരുന്നതാണ് തിരക്കഥാകൃത്തുക്കളുടെ സംവിധായകർ. പക്ഷെ അവരാരും നമ്മൾ വിട്ടുപോകുന്നില്ല. ആസിഫ് ഞാൻ അവസാനം വഹിച്ച സിനിമ രാജീവ് രവിയുടെ
അവസാനമാണെന്ന് പറഞ്ഞില്ല, പള്ളി ഞാൻ നടക്കുമെന്ന് ഞങ്ങള് രാജസ്ഥാനില് ഷൂട്ട് നടക്കുക. ആസിഫിനെ ഞാൻ പറ്റി കുറ്റവും ശിക്ഷയും എന്താ നിങ്ങൾക്ക് മാത്രമാണോ കുറ്റമുള്ളത്? ശിക്ഷ വിധിക്കാൻ എനിക്കറിയാം, ഉണ്ടായിരുന്നതാണ് തെറ്റി. അപ്പോ ഈ മനുഷ്യര് ജയ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. ഞാൻ അതിനു മുമ്പ് ദയ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ജയ്സാൽമർ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെയും ഭാരതത്തിന്റെയും അകത്തിൽ നിന്ന് അഭിനയിച്ചു തുടങ്ങിയവനാണ് ഞാൻ. ഞാനൊരു 14 വർഷം കിട്ടിയിട്ടില്ല, ഞാൻ പോലീസ് സ്റ്റേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇവര് പോലീസ് സ്റ്റേഷൻ കെട്ടാൻ വന്നവരാ, ആസിഫും സംഘവും. ഇവരെ ഞാൻ ഒരുപാട് ജയ്പൂർ ഭാഗം കഴിഞ്ഞിട്ട് ഒരു മനോരഞ്ജനത്തിൽ കൂടി കൊണ്ട് യാത്ര ചെയ്യാം. എന്നിട്ട് ഞാൻ എൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കറിയാവുന്ന എന്റെ ഭാവനയിൽ തോന്നിയ കുറെ കഥകൾ ആസിഫ് വിശ്വസിച്ചു, കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ വിശ്വസിച്ചു. അപ്പോഴാണ് രാജീവിന്റെ കോള് വരുന്നത്, കോവിഡ് പോലെയാണ് തിരിച്ചു അല്ലെങ്കിൽ ഞാൻ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങളോട് സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഥ പറയാൻ എനിക്ക് നല്ല മിടുക്കുണ്ട്, പക്ഷെ എനിക്ക് സംവിധാനം ചെയ്യാനുള്ള മിടുക്കില്ല. അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മോൻ ജോയി എന്ന് പറയുന്ന സംവിധായകൻ എന്നെ അഭിനയിക്കാൻ വിളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. മോൻ ജോയി തൊട്ടടുത്തിരിക്കുന്നത് എന്റെ മകനെ തേച്ചോണ്ട് പോയ നായികയാണ്. സന്തോഷം, എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയതിലും ഇങ്ങനെ തേക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് ഈ വേഷം കെട്ടുന്നത് ഞാനൊരു ട്യൂബിലിട്ടാവുന്നത്, പക്ഷെ എനിക്ക് തോന്നി എന്നെ കിളവനാക്കി കളയാൻ വേണ്ടി, കടപ്പിരോഗിയാക്കി കളയാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ടീഷർട്ട് ഇട്ടുവരാം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ടീഷർട്ടാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, ഈ ടീഷർട്ട് ഞാൻ അവിടെ പൈസ പോയി തിരിച്ചു. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ പ്രവർത്തനം ആശംസിച്ചു. Thank you so much, sir, for your words. And now, moving on, സിനിമയിൽ പെർഫോമൻസ് കൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇനിയുമുണ്ട്. എത്രയും വേഗം തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വലിയ സന്തോഷം. എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആസിഫിന്റെ കൂടെ 7ാമത്തെ സിനിമ, ജിസിന്റെ കൂടെ 5ാമത്തെ സിനിമ. പക്ഷെ ജിസുമായിട്ട് 20-21 വർഷമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. റോസിനെയും ചലഞ്ചാണ്. കുറിച്ച് പറഞ്ഞതുപോലെ ഫീൽ ഗുഡിന്റെ ആള് മാറ്റി പിടിക്കുമ്പോൾ ഉത്തരവാദിത്തം കൂടും. ഇനി സിനിമ സംസാരിക്കട്ടെ. സന്തോഷം. Good evening, everybody. Extremely happy to be part of this project. Thank you, Joy sir, and everybody involved. Aishwati, Dr. Rana, everybody asking. Congratulations. Thank you for inviting me to be part of this movie. Handing over. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എനിക്ക് തോന്നുന്നു ആസിഫിന്റെ ജെസ്സിന്റെ രണ്ടുപേരുടെ സിനിമകൾ ഇന്റർവ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ഈ സിനിമ പ്രൊമോഷൻ സ്പേസുകളിൽ. അപ്പോൾ അവര് വന്നിരിക്കുന്ന മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. താങ്ക് യു മാം, താങ്ക് യു ജിസ്, താങ്ക് യു.